കാട്ടിൽ കഴിയുന്ന ആനയായാലും നാട്ടാനയായാലും കുളി ഒരു പ്രധാന കാര്യം തന്നെയാണ്. കുളി കൊണ്ട് ശരീരം വൃത്തിയാവുക മാത്രമല്ല, തണുപ്പിക്കൽ കൂടെ നടക്കുന്നു. ഈ അവസരത്തിൽ പാപ്പാൻ അതിൻ്റെ ശരീരത്തിലെ മുറിവുകളും നീരും മറ്റും വൃത്തിയായി കഴുകുന്നു. തേച്ചുരച്ച് വൃത്തിയാക്കിയാൽ ചർമ്മരോഗം, പാദരോഗം, പകർച്ചവ്യാധി ഇവയൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാം. രക്ത ഓട്ടം ക്രമപ്പെടുത്തുകയാണ് കുളിപ്പിക്കുന്നതിൻ്റെ പ്രധാന നേട്ടം. രാവിലത്തെ സമയമാണ് ആനയെ കുളിപ്പിക്കൽ ഏറ്റവും നല്ലത്. പക്ഷേ പണി ആനകളെ അതിരാവിലെ വെറുതെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച ശേഷം വൈകുന്നേരമാണ് തേച്ചുരച്ച് കുളിപ്പിക്കുക. പൊതുവെ ആനകൾ വെള്ളം ഇഷ്ടപ്പെടുന്നു. കാട്ടാനകൾ കൂടുതൽ സമയവും വെള്ളത്തിൻ്റെ സമീപം തന്നെ കഴിച്ചു കൂട്ടുന്നു. പക്ഷേ നാട്ടാനകൾക്ക് ഇത് ബാധകമാക്കിക്കൊള്ളണമെന്നില്ല. കുളിക്കാൻ ഇഷ്ടപ്പെടാത്ത ചില ആനകളുണ്ട്. അവ നനയാതിരിക്കാൻ പല അടവുകളും എടുക്കും. അതേസമയം വെള്ളത്തിലിറങ്ങിയാൽ കയറാൻ മടിക്കുന്ന ചില ആനകളുമുണ്ട്. ഇവയെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ പാപ്പാന് ബുദ്ധിമുട്ടുണ്ടാവും. ചകിരി ചെത്തിയതോ ഭരണിക്കല്ലോ തേച്ചുരയ്ക്കാൻ എടുക്കുന്നു. നല്ല ചകിരി ഉണ്ടെങ്കിൽ സൗകര്യമായി ഉരയ്ക്കാൻ എളുപ്പവുമാണ്. ചകിരിയും ഭരണിക്കല്ലും കൂടി ചേർന്ന് ഉരച്ച് കഴുകൽ രക്ത ഓട്ടം നന്നായി ഉണ്ടാക്കുന്നു. ചർമ്മത്തിൻ്റെ മടക്കുകളിലും മറ്റുമുള്ള മണ്ണും പൊടിയും വൃത്തിയായി പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭരണിക്കല്ലിന് പകരം കൂർത്ത അറ്റങ്ങളുള്ള ഉരുണ്ട പരുക്കനായ മറ്റേതെങ്കിലും കല്ലുകളും ഉപയോഗിക്കാം. തേച്ച് കഴുകുമ്പോൾ ശക്തിയോടെ തേച്ചുരയ്ക്കുകയും എല്ലാ ഭാഗത്തും കൈയും കണ്ണും എത്തുകയും വേണം. പിടിയാനകളുടെ തുടകൾക്കിടയിലൂടെ അമരത്തിനിടയിലൂടെയും മൂത്രക്കറ പറ്റിയിരിക്കാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകണം. വട്ടിപ്പാട് വൃത്തിയായി കഴുകണം. തരപ്പെട്ടാൽ ചെങ്ങല പൊട്ടിച്ച് ഓടുവാനുള്ള ഒരു പ്രവണത ആനകൾക്കുണ്ട്. അതിന് തക്കം പാർത്തിരിക്കുന്ന ആനകളുമുണ്ട്. കുളിപ്പിക്കുന്ന സമയം ഇതിന് പറ്റിയതാണ്. കൂടാതെ ഇവയ്ക്ക് വളരെ നന്നായി നീന്തുവാനും കഴിവുണ്ട്. കരയിൽ നിയന്ത്രിക്കുന്നത് പോലെ വെള്ളത്തിലാകുമ്പോൾ ആനയെ നിയന്ത്രിക്കുകയോ പിടിച്ചു കെട്ടുകയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആനയുടെ കാലിൽ ഒരു ചെങ്ങല ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. സാധാരണയായി അമരത്തിലാണ് ചെങ്ങല ഇടുന്നത്. കുളിക്കുമ്പോൾ ഒരു കാൽ വെള്ളത്തിനടിയിൽ പോകുന്നത് പാപ്പാന് വ്യക്തമായ ഓർമ്മയുണ്ടാവണം. ഏത് കാലിലാണ് ചെങ്ങലയുള്ളതെന്ന്. കാരണം ആന എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ആന നല്ല ശുചിത്വമുള്ള മൃഗമാണ്. കുളിക്കുന്ന വെള്ളം വൃത്തിയുള്ളതായിരിക്കണം. കുളിപ്പിക്കുമ്പോൾ ചുരുങ്ങിയത് 2 പേര് വേണം. കൊമ്പനാനയുടെ തല, മുഖം ഇവ പ്രധാന പാപ്പാൻ തന്നെ തേച്ച് കഴുകണം. ഇതൊരു മുൻകരുതലാണ്. മറ്റ് പാപ്പാന്മാർ തേച്ച് വരച്ചാൽ മുന്നിൽ എത്തിയെങ്കിലും ചിലപ്പോൾ അബദ്ധത്തിൽ ആന കാലുകൾ നീട്ടുകയോ മടക്കുകയോ ചെയ്താൽ ശരീരത്തിൽ മുട്ടാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഒരു കത്തി അരയിൽ തിരുകുന്നത് നല്ലതാണ്. വടിയും തോട്ടിയും വെള്ളത്തിനടുത്ത് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പാകത്തിൽ വച്ചിരിക്കണം. നല്ല ആഴമില്ലാത്ത വെള്ളമാണെങ്കിൽ തോട്ടിയും വടിയും മണ്ണിൽ കുത്തിവെക്കുക. കുളിപ്പിക്കുമ്പോൾ ഇടപൂട്ടുന്നത് ആന പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പോകാതിരിക്കാൻ നല്ലതാണ്. ആനയുടെ അകത്തുപാട് കഴുകുമ്പോൾ ശ്രദ്ധിച്ച് വേണം. ആന എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പാപ്പാൻ അതിൻ്റെ ശരീരത്തിനിടയിൽ പെട്ട് വെള്ളത്തിൽ താഴാൻ വഴിയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ആനയുടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുകയും പതുക്കെ അകന്ന് മാറുകയും വേണം. ഒരു ഭാഗം കഴുകിക്കഴിഞ്ഞ ശേഷം ആനയെ ഇരുത്തുന്നു. ഈ ഇരിപ്പിന് മുഖവും ചെവിയും തേച്ച് കഴുകുന്നു. പിന്നീട് എണീപ്പിച്ച് നിർത്തി കാലുകൾ തേച്ച് ഉരയ്ക്കുന്നു. പിന്നീട് മറ്റേ ഭാഗം തിരിച്ച് കിടത്തുന്നു.
നഖത്തിന് ചുറ്റും കൂടുതലായി വളർന്നു നിൽക്കുന്ന ചർമ്മഭാഗം വെട്ടി നിർത്തുകയും ഇരണ്ട വായയും വായയുടെ ഉള്ളിലുള്ള ഭാഗവും നഖങ്ങളും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം. തുമ്പിയുടെ അറ്റം ഒരു പെരിസ്കോപ്പ് പോലെ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുകയും ചലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ദിവസേനയുള്ള കുളി ആനയും പാപ്പാന്മാരുമായുള്ള ബന്ധം ദൃഢമാക്കുന്നു.